എസ് അജയ്കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ സീബ്ര ക്രോസ്. നഗരത്തിലെ കടകളിലെ ഇടുങ്ങിയ കൗണ്ടറുകളിൽ പതിവായി ഇരിക്കേണ്ടി വരുന്നതും ഒരുതരം തടവാണെന്ന് അയാൾ വിശ്വസിച്ചു. നഗരഹൃദയം ഞെക്കി ഞെരുക്കുന്ന കടമുറികൾ, സാധനങ്ങൾ തിങ്ങി നിറഞ്ഞ മുറിയുടെ ഒരു കോണിലെ ചതുരം, ഉള്ളിലെ കസേര. സമ്മതിക്കുന്നു, നിന്ന് തിരിയാൻ ഇടമില്ലാത്ത ആ പെട്ടിയെ കൗണ്ടർ എന്നാണ് പറയുക. അതിൽ ദിനവും ഏതാണ്ട് 12 മണിക്കൂർ, വർഷത്തിൽ എല്ലാ ദിവസവും, ഞായറാഴ്ചകളോ വിശേഷ ദിവസങ്ങളോ ഒഴികെ. ചിന്തിക്കുന്ന ഒരാൾക്ക് ആ കൗണ്ടറുകൾ ജയിൽ മുറികൾ പോലെയാണ്. തൻ്റെ ഒരു കണ്ടുപിടുത്തം പോലെ അയാൾ അത് കൊണ്ടു നടന്നു. പോസിറ്റീവായി നോക്കുമ്പോൾ ചതുരങ്ങളിൽ പെട്ടുപോയവർ ജനങ്ങൾക്കായി സേവനം ചെയ്യുകയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ചിരി അല്ലെങ്കിൽ കുശലാന്വേഷണം അതിന് പുറമെയാണ്. കൊള്ളലാഭം ലക്ഷ്യമിടുന്നവരെ തൽക്കാലം മറക്കുക. അയാൾ ഒരു പോലീസുകാരനായതുകൊണ്ടാവാം അയാൾക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. മാത്രമല്ല, വിധിയുടെ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് അയാൾക്ക് കാക്കി അണിയേണ്ടി വന്നത്. ക്യാമ്പസ് ദിനങ്ങളിൽ അയാൾ ചിത്രം വരച്ചു, പാട്ടുപാടി, കവിത എഴുതി, തേടിപ്പിടിച്ചു വായിച്ചു, സിനിമകൾ മുടങ്ങാതെ കണ്ടു. ക്രിക്കറ്റ്, ഫുട്ബോൾ, തത്സമയ കാഴ്ചകൾക്കായി പലതും മാറ്റിവെച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തേടിപ്പോയി. പോലീസുകാർക്കിടയിലെ ഒരു ബുദ്ധിജീവിയാണ് അയാൾ എന്ന് പറയാം. അങ്ങനെയുള്ള അയാളുടെ ചില അടുത്ത സുഹൃത്തുക്കൾ കൗണ്ടർ ചതുരങ്ങളിൽ കഠിന തടവിലാണെന്ന് ഒരു നാൾ അയാൾക്കങ്ങ് തോന്നി. നഗരം പുറന്തള്ളുന്ന പുകയും പൊടിയും ശ്വസിച്ച് ആ ചതുരങ്ങളിലെ അയാളുടെ ചങ്ങാതിമാർ ഇടയ്ക്ക് ശ്വാസകോശ രോഗങ്ങൾക്ക് ചികിത്സ തേടി. ചതുരത്തിലെ നിശ്ചലത ഒരാളെ പ്രമേഹ രോഗിയാക്കി. ചതുരത്തിൽ നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട പച്ചക്കറിക്കട നടത്തുന്നയാളുടെ കാലിൻ്റെ ഞരമ്പുകൾ പതിവായി പൊട്ടി. ഏറ്റവും കുഴപ്പം പിടിച്ച ചതുരവും പച്ചക്കറി വിൽക്കുന്ന സുന്ദരൻ പിള്ളയുടേതാണ്. 2 മുറി വലിപ്പമുള്ള കട, വില കുറഞ്ഞ ഏതോ തടി കൊണ്ട് നിർമ്മിച്ച തട്ടുകൾ, തിങ്ങി നിറഞ്ഞ കുട്ടികളിൽ നിറങ്ങൾ വാരി വിതറുന്ന വെജിറ്റബിൾ ശേഖരം, മച്ചില് മുൻഭാഗത്തും തൂങ്ങുന്ന അനേകം വാഴക്കുലകൾ, കടയുടെ വലതുകോടിൽ ചതുരാകൃതിയിൽ താഴേക്കുള്ള കൗണ്ടർ. കസേരയില്ലാത്ത ആ ചതുരത്തിനുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ റോഡിന് സമാന്തരമായി പോകുന്ന ഓടയുടെ മൂടിയായ കോൺക്രീറ്റിൽ ചവിട്ടിയാണ് നിൽക്കുക. ആ കോൺക്രീറ്റ് നിര അവിടെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. പണം വാങ്ങി പെട്ടിയിലിടുന്ന ജോലി മാത്രമല്ല സുന്ദരൻ ചെയ്യുക. അവിടെ നിന്ന് എത്തിവലിഞ്ഞ് സുന്ദരൻ ബീൻസും ഉരുളക്കിഴങ്ങും പാവയ്ക്കയും വെണ്ടയ്ക്കയും ഒക്കെ എടുത്ത് മുന്നിലെ കോമൺ ബാലൻസിലേക്കിടുന്നു. ഒരു തവണയല്ല, മണിക്കൂറിൽ 1000 തവണ. സഹായിക്കാൻ 2 ജോലിക്കാരുണ്ട്. എങ്കിലും എല്ലാ കാര്യത്തിലേക്കും സുന്ദരൻ തൻ്റെ കൈ നീട്ടുന്നു. വെട്ടുമലക്കറിയുടെ കാര്യം തന്നെ എടുക്കൂ. മിനിമം രൂപയുടേതായാലും സുന്ദരൻ തന്നെ വെട്ടും, പൊതിയും, കണക്ക് കൂട്ടി പറയും, പണം വാങ്ങും. ബാലൻസ് കൊടുക്കാനായി തൻ്റെ പണപ്പെട്ടിയിൽ ചില്ലറ തപ്പുന്നതിനൊപ്പം അടുത്തയാൾക്കുള്ള വെള്ളരിയോ ചേനയോ മത്തനോ പഴയ വമ്പൻ കത്തി കൊണ്ട് സുന്ദരൻ വെട്ടുന്നുണ്ടാവും. വീണ്ടും തൂക്കുന്നു, വീണ്ടും പൊതിയുന്നു, വീണ്ടും. കാത്തു നിൽക്കാൻ ആർക്കും സമയമില്ല. അതിനിടയിലും വിശേഷം തിരക്കാതെ സുന്ദരൻ പതിവുകാരെ വിടുന്ന പ്രശ്നമേയില്ല എന്ന് കരുതി തൻ്റെ ജോലിക്കാരെ ചീത്ത വിളിക്കാനുള്ള ഒരവസരവും സുന്ദരൻ പാഴാക്കില്ല. വില കൂടുതലോ തൂക്കക്കുറവോ ആരോപിക്കുന്ന ആളുകളെ ഒരുതരം എരിവുള്ള ചിരി കൊണ്ടാണ് സുന്ദരൻ നേരിടുക. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ധൃതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ മാജിക്കിനിടെ തട്ടിന് താഴെയുള്ള സുന്ദരൻ്റെ കാലുകളിൽ ചില ചുണ്ടലികൾ മടക്കുകയോ ചെറുതായി മാന്തുകയോ ചെയ്തെന്നിരിക്കും. ഇരുട്ടു വീണാൽ കടയിലെ സാധനങ്ങൾ കട്ടെടുക്കാനായി വൻ മൂഷിക പട തന്നെ ഓടയിൽ നിന്ന് ഇരച്ചു കയറും. പേയ് പിടിച്ച ഒരു എലി സുന്ദരൻ്റെ കാലിൽ കടിച്ച സംഭവം ചരിത്രമാണ്. അയാളുടെ വേറൊരു സുഹൃത്തായ ദാസൻ ബേക്കറി ഉടമയാണ്. സുന്ദരൻ്റെ കടയുടെ നേരെ എതിർവശത്തുള്ള ദാസന്റെ ബേക്കറിയിലെ ചതുരത്തിൽ ഭംഗിയുള്ള കസേരയും ഫാനും ഒക്കെയുണ്ട്. എന്നാൽ കടുത്ത പ്രമേഹ രോഗിയായി മാറിയ ദാസൻ തനിക്ക് വിലക്കപ്പെട്ട മധുരങ്ങൾക്ക് നടുവിലിരുന്ന് കൊതിക്കുക. സുന്ദരനെ പോലെ ഒന്ന് നീണ്ടു നിവർന്ന് നിൽക്കാനായെങ്കിൽ എന്താണ്? ആവശ്യത്തിലേറെ വലിപ്പമുള്ള കസേര. ഉയരം കുറഞ്ഞ ദാസൻ അതിലിരിക്കുമ്പോൾ കാലുകൾ നിലത്ത് മുട്ടുകയില്ല. വശങ്ങൾ മറച്ചിട്ടുള്ളതുകൊണ്ട് ആരും കാണില്ല. എങ്കിലും നിലം തൊടാതെയുള്ള ആ ഇരിപ്പിൽ ഇടയ്ക്കൊക്കെ ദാസന് തൻ്റെ പഴയ പ്രൈമറി ക്ലാസ്സിലെ ഉയരമുള്ള ബെഞ്ച് ഓർമ്മ വരും. ആ ഓർമ്മ അമർത്താനായി ബേക്കറി സന്ദർശിക്കുന്നവരോട് ദാസൻ വെറുതെ ചിരിക്കും. കുശലം പറയാൻ ശ്രമിക്കും. പലർക്കും പരിചയം ഇഷ്ടമല്ലെന്നും കുശലം തലവേദനയാണെന്നും കണ്ടെത്തിയതുകൊണ്ട് ആളും തരവും നോക്കി ദാസൻ തൻ്റെ വായ തുറക്കും. ചതുരത്തിനുള്ളിലെ ദാസനെ പരിഭ്രമിക്കുന്ന വേറൊന്നാണ് ടെലിഫോൺ. കേക്കിൻ്റെ വില അറിയാനായി പോലും ആളുകൾ വിളിക്കും. ബേക്കറിയുടെ പേര് കളയണ്ടെന്ന് കരുതി ദാസൻ വാക്കുകൾ മൃദുവാക്കാൻ നോക്കും. കടയടച്ചാൽ ദാസൻ നേരെ സുന്ദരൻ്റെ കടയിലേക്ക് ചെല്ലും. പതിവ് കുശലങ്ങൾക്ക് ശേഷം അടുത്ത ദിവസം രാവിലെ കഴിക്കാനുള്ള പാവയ്ക്കയും വാങ്ങി വീട്ടിലേക്ക് നടക്കും. അപ്പോൾ സുന്ദരൻ കട അടയ്ക്കാൻ തുടങ്ങുകയാവും. അത് നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. പ്രദർശിപ്പിച്ചവയൊക്കെ അകത്തേക്കെടുക്കുമ്പോൾ സുന്ദരൻ മടുപ്പോടെ ഓർക്കുക, അടുത്ത ദിവസം അതൊക്കെ വീണ്ടും പുറത്തെടുക്കുന്ന കാര്യമാവും. പ്രകാശൻ്റെ മെഡിക്കൽ സ്റ്റോറിലെ കാര്യമോ? പ്രകാശന് ചതുരത്തിലുള്ളിരുന്ന് പണത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മരുന്നെടുത്തു കൊടുക്കാൻ ആവശ്യത്തിലേറെ പേരുണ്ട്. എന്നാൽ പ്രകാശൻ്റെ അഭിപ്രായത്തിൽ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജോലിയാണത്. പണവുമായുള്ള നിരന്തര സമ്പർക്കം.
പഴകി മുഷിഞ്ഞ് അറപ്പുളവാക്കുന്ന കടലാസ് രൂപ ആളുകൾ കയ്യിലെടുക്കുന്നത് കാണുമ്പോൾ തന്നെ പ്രകാശന് ഓക്കാനം വരും. ആളുകൾ വേണമെങ്കിൽ അവയെ ഓമനിക്കുകയോ മാറോടണയ്ക്കുകയോ ചെയ്യും. കാരണം കൂറയടിഞ്ഞ ആ വൃത്തികെട്ട കടലാസ് തുണ്ടുകളാണ് അവരുടെ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോകത്തെ സകല അഴുക്കും പേറുന്ന ക്ലാവിന്റെ ഗന്ധമുള്ള നാണയത്തുട്ടുകളെ പ്രകാശൻ കൂടുതൽ വെറുക്കുന്നു. അവ ചിലപ്പോൾ പ്രകാശന്റെ കൈവിരലുകളിൽ മുറിവുണ്ടാക്കും. പണത്തിന്റെ മുഷിഞ്ഞ ഗന്ധം കയ്യിൽ നിന്ന് കളയാൻ മുന്തിയിന സോപ്പുകൾക്ക് തന്നെ കഴിയില്ലെന്ന് പ്രകാശൻ വിശ്വസിക്കുന്നു. ബില്ലും പണവുമായുള്ള 12 മണിക്കൂർ പോരാട്ടം പതിവിലേറെ സങ്കീർണമായ ഒരവസരത്തിൽ പ്രകാശന്റെ തലച്ചോർ മെഡിക്കൽ സ്റ്റോർ അടച്ച ശേഷവും ഗണിതം അവസാനിപ്പിച്ചില്ല. ആ വിഭ്രാന്തി മാറ്റാൻ പ്രകാശന് ചികിത്സ തേടേണ്ടി വന്നു. അതോടെ ഉറങ്ങണമെങ്കിൽ പ്രകാശന് ഗുളിക വേണമെന്നായി. തന്റെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നേരിട്ട് എടുക്കാവുന്ന ഗുളിക. ഒരിക്കൽ അതിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് മരുന്നെടുത്തു കൊടുക്കുന്നവരിലെ പണ്ഡിതൻ ഒരു പ്രസംഗം തന്നെ നടത്തി. എന്നും രാത്രി ഗുളിക വിഴുങ്ങാൻ തുടങ്ങുമ്പോൾ പ്രകാശന്റെ ചെവിയിൽ പണ്ഡിതന്റെ വാക്കുകൾ മുടങ്ങും. എന്നാൽ ഒന്നുറങ്ങിക്കിട്ടാൻ വിഷം തന്നെയും അകത്താക്കാൻ പ്രകാശൻ ഒരുക്കമായിരുന്നു. അയാളുടെ ഈ സുഹൃത്തുക്കൾ ആളുകളുടെ കണ്ണിൽ വലിയ മുതലാളിമാർ ആണെന്ന് ഓർക്കണം. അവർക്ക് സ്വന്തം കടയും 2 നില വീടും കാറും കാര്യമായ ബാങ്ക് ബാലൻസും ഉണ്ട്. കട അവർക്ക് പൈതൃകമായി കിട്ടി. അച്ഛനും മുത്തച്ഛനും കട നടത്തിയിരുന്നതുകൊണ്ട് അവരും അത് ചെയ്യുന്നു. അവർ ഭാഗ്യം കുറഞ്ഞവരാണോ? ഒരിക്കലുമല്ല. ഒരു തൊഴിലിനായി അലയേണ്ടി വന്നില്ല. മേലുദ്യോഗസ്ഥന്റെ മുന്നിൽ തലചൊറിഞ്ഞ് നിൽക്കേണ്ടി വരുന്നില്ല. ചെറുതെങ്കിലും സാമ്രാജ്യം സ്വന്തം. എന്നാൽ ആ 12 മണിക്കൂറിന്റെ കാര്യം? ആ നേരം അത്രയും ഒരു കസേരയ്ക്ക് കഷ്ടിച്ചിടമുള്ള ചട്ടക്കൂടിനുള്ളിൽ. പക്ഷേ അവർ മുതലാളിമാരാണ്. രാപ്പകൽ ചതുരത്തിനുള്ളിൽ തിരിയുകയും പിരിയുകയും ചെയ്യുന്ന, കോട്ടുവായിടുന്ന, യാന്ത്രികമായി ചിരിക്കുന്ന മുതലാളിമാർ. അവർ വല്ലപ്പോഴും കുശലം പറയുന്നു. വർഷങ്ങൾ കൂടുമ്പോൾ ചിരിക്കുന്നു. ശേഷിക്കുന്ന 12 മണിക്കൂറോ? 8 മണിക്കൂർ ഉറങ്ങിത്തീർക്കുന്നു. ദിനചര്യകൾ, രാവിലെയുള്ള നടത്തം, മറ്റു കാര്യങ്ങൾ എല്ലാറ്റിനും കൂടി വെറും 4 മണിക്കൂർ. 2. എന്തൊക്കെ തിരക്കുണ്ടായാലും അയാളും ഈ പറഞ്ഞ സുഹൃത്തുക്കളും ഒഴിവു ദിവസങ്ങളിൽ ഒത്തുകൂടിയിരുന്നു. വിശേഷിച്ച് ഞായറാഴ്ചകളിൽ. കാർഡ്സ് കളി, പരദൂഷണം, സായാഹ്ന സവാരി, മദ്യപാനം തുടങ്ങിയ അംഗീകൃത കലാപരിപാടികൾ എല്ലാം ഉണ്ടാവും. അന്ന് അവർ കൂടുന്നതിന് മുമ്പ് തന്നെ അയാൾ ഒരു ലാർജ് അകത്താക്കിയിരുന്നു. അവർക്കൊപ്പം ഒന്നുകൂടി. നഗരത്തിലെ പ്രധാന ഗുണ്ടയായ വാസുവിന്റെ ജയിൽവാസമായിരുന്നു അന്നത്തെ ചർച്ചാ വിഷയം. ഗൾഫിൽ പോയി വരുന്നത് പോലെയാണ് വാസു ജയിലിൽ പോയി മടങ്ങുക. മയക്കുമരുന്നിന്റെ ഹോൾസെയിൽ ഡീലറുടെ ശിഷ്യനായ വാസുവിന് ജയിലിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെ എന്തും കിട്ടും. ഓരോ ജയിൽവാസം സ്പോൺസേർഡ് പരിപാടി പോലെയാണ്. തിരിച്ചെത്തുമ്പോൾ ബിസിനസ് ഒന്നുകൂടി പച്ചപിടിച്ചിരിക്കും. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി തുടങ്ങിയ ദിവസങ്ങളിൽ ജയിലിനുള്ളിൽ വാസുവിന്റെ വക ഗംഭീര സദ്യ ഉറപ്പാണ്. അയാൾ അകത്തായാലും പുറത്തായാലും അതിൽ മാറ്റമുണ്ടാവില്ല. വാസ്തവത്തിൽ നിങ്ങളെപ്പോലുള്ളവരാണ് എന്നും തടവിൽ കഴിയുന്നത്, സ്വയം സൃഷ്ടിച്ച ചതുരങ്ങളിൽ. അതുവരെ അയാളുടെ ചിന്തകളിൽ മാത്രം കിടന്ന കാര്യം പെട്ടെന്ന് പുറത്തു ചാടി. തൊഴിലില്ലായ്മ പോലെ തന്നെ ഭീകരമാണ് ഇഷ്ടമല്ലാത്ത തൊഴിലിൽ ചടഞ്ഞുകൂടേണ്ടി വരുന്നത്. അസ്തിത്വ ദുഃഖം തലയ്ക്കു പിടിച്ചവരെ പോലെ അയാൾ അവരുടെ തലച്ചോറിൽ ബോംബിടാൻ നോക്കി. നിങ്ങൾക്ക് സൗകര്യമുള്ളതും പലർക്ക് സൗകര്യങ്ങൾ ഇല്ലാത്തതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇല്ലാത്തവർക്ക് ഇല്ലായ്മ കാരണം ഒന്നും ചെയ്യാനാവുന്നില്ല. ഉണ്ടെങ്കിലും നിങ്ങളൊന്നും ചെയ്യുന്നില്ല. തമ്മിൽ ഭേദം സമ്പത്തില്ലാത്തവരുടെ അവസ്ഥ തന്നെയാണ്, അയാൾ പെട്ടെന്ന് പറഞ്ഞു. തുടർന്ന് അവർ കഴിഞ്ഞു പോരുന്ന ചതുരങ്ങളെക്കുറിച്ച് മനസ്സിൽ വന്നതൊക്കെ അയാൾ വിളിച്ചു പറഞ്ഞു, ഉദാഹരണ സഹിതം. ആ വാചകമടി ഏതെങ്കിലും തരത്തിൽ അവരെ സ്വാധീനിക്കുമെന്ന് അയാൾ കരുതിയില്ല. എന്നാൽ അയാളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ 3 പേരുടെ കടയിലും ചതുരങ്ങളിൽ പുതിയ ജോലിക്കാർ പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും തിരക്കേറിയ മണിക്കൂറുകളിലൊഴികെ അവർ കടകളിൽ നിന്നും വിട്ടുനിന്നു. അതിന്റെ ഫലം മറ്റൊന്നായിരുന്നു. ഒഴിവു ദിവസങ്ങളിലെ കലാപരിപാടികൾ എല്ലാ ദിവസവും അവർ കൊണ്ടാടി. മദ്യസേവയുടെ കാര്യത്തിൽ പുതിയ റെക്കോർഡ് തന്നെ ഇട്ടു. ഭാഗ്യത്തിന് വളരെ പെട്ടെന്ന് പുതിയ പതിവുകൾ അവർക്ക് മടുത്തു തുടങ്ങി. അതവർ പരസ്പരം പറഞ്ഞില്ല. എന്നാൽ എല്ലാം വ്യക്തമായിരുന്നു. ഒടുവിൽ സമയം കളയാനായി അവർ അയാളുടെ പോലീസ് ജോലിയെ ആക്രമിച്ചു. വാസ്തവത്തിൽ താനാണ് ഒരുപാട് ചതുരങ്ങൾക്കുള്ളിൽ. ഒരു പോലീസുകാരന് എന്ത് സ്വാതന്ത്ര്യം! പോലീസ് നിയമം, സർവീസ് റൂൾസിലെ ചങ്ങലകൾ. ദാസൻ നല്ല ഫോമിലായി. അല്ലെങ്കിൽ ഈ ലോകത്ത് ആരാണ് ചതുരങ്ങൾക്ക് പുറത്ത് ജീവിക്കുന്നത്? പ്രകാശൻ പ്രശ്നത്തെ ആഗോളവൽക്കരിച്ചു. ഒരുപാട് തലമുറകൾ നടന്ന് പതിഞ്ഞ വഴികൾ. സുരക്ഷിതമെന്ന് തോന്നുന്നത് കൊണ്ട് ആളുകൾ വീണ്ടും വീണ്ടും അതിലൂടെ നടക്കുന്നു. പുതിയ വഴികളിലെ അപകടം ഭയന്ന് റിസ്ക് എടുക്കാൻ കഴിയാതെ. നോക്ക്, കടകളിലെ കൗണ്ടറുകളിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് പണം കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാശ് മൊത്തം ജോലിക്കാരുടെ കൈകളിലാവും. അയാളും പെട്ടെന്ന് നിലപാട് മാറ്റി. മദ്യപിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലത് ബോറടിച്ച് മരിക്കുന്നതാണ്. കടകളിലിരുന്നാൽ പണം സമ്പാദിക്കാനെങ്കിലും കഴിയും. അയാൾ വാക്കുകൾക്ക് മൂർച്ച കൂട്ടാൻ തുടങ്ങി. തുരുമ്പെടുത്ത് ഇല്ലാതാവുന്നതിലും ഭേദം തേഞ്ഞ് ഇല്ലാതാവുന്നതാണ്. ജീവിതത്തിലെ ക്വാളിറ്റി ഉയർത്താൻ കഴിയാത്ത പുതിയ സമ്പ്രദായങ്ങൾ കൊണ്ട് എന്ത് നേട്ടം? ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവർ പഴയ പതിവുകളിലേക്ക് തിരിച്ചുപോയി.
ചതുരങ്ങളിലെ പകരക്കാരെ പിൻവലിച്ചു. വീണ്ടും ചതുരങ്ങളിൽ സ്ഥാനം പിടിച്ചപ്പോൾ അവർക്ക് പുതിയ ഉന്മേഷം കിട്ടിയതായി അയാൾക്ക് തോന്നി. എങ്കിലും മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായ കഥ പറഞ്ഞ് അയാൾ അവരെ കളിയാക്കി. അടിസ്ഥാനപരമായി അവർക്കുമേൽ പൊള്ളയായ ഒരു തരം ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ തന്നെയായിരുന്നു അസൂയക്കാരനായ അയാളുടെ ശ്രമം. പക്ഷേ പ്രകാശം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യു കോൺ ടീച്ച് ഓൾ ഡോഗ്സ് ന്യൂ ട്രിക്സ്. പ്രകാശന്റെ ആ കമന്റ് കേട്ട് എല്ലാവരും ചിരിച്ചു. സ്വയം കളിയാക്കി ചിരിക്കുന്ന അവർ അയാളെ അത്ഭുതപ്പെടുത്തി. നോ, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ലേൺ ന്യൂ ട്രിക്സ്, അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു.